സെപ്റ്റംബർ 23, 25-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്ക 8:19 മുതൽ 21 വരെ വാക്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള എൻ്റെ സുവിശേഷ വിചിന്തനം കേട്ടതിന് ശേഷം പതിവ് ശ്രോതാക്കളിൽ ഒരാൾ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് യേശു ഒന്നാമതും കുടുംബവും മറ്റുള്ളവരും രണ്ടാമതുമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുടുംബമാണ് ഒന്നാമത്. നമ്മുടെ സ്ത്രീകൾ പള്ളിക്ക് ഒന്നാം സ്ഥാനം നൽകുകയും പള്ളി പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നതിനാൽ തൻ്റെ കുടുംബവും മറ്റ് നിരവധി കുടുംബങ്ങളും തകരുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയതിന് ശേഷമാണ് ആരാധന നടത്തേണ്ടതെന്നാണ് അദ്ദേഹം വാശി പിടിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ മേരിയും യേശുവിൻ്റെ സഹോദരന്മാരും അവനെ കാണാൻ വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. യേശുവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് പരുഷമായി തോന്നിയേക്കാം. എല്ലാത്തിനുമുപരി കുടുംബം സാധാരണയായി നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. യേശു തൻ്റെ കുടുംബത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് അവിടുത്തെ പ്രസ്താവന കുടുംബത്തെക്കുറിച്ചുള്ള ആശയത്തെ വിശാലമാക്കുന്നു. ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരാളും അത് അവൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമാണെന്ന് അവിടുന്ന് പറയുന്നു. അതിനാൽ നാം ദൈവവചനം കേൾക്കാൻ ശ്രമിക്കുകയും തുടർന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നാമും യേശുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഒരാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, യേശു വിവാഹം കഴിക്കാതിരിക്കുകയും ഒരു കുടുംബം അല്ലെങ്കിൽ മക്കളുണ്ടാകാതിരിക്കുകയും ചെയ്തത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ധാരാളം ആളുകൾ അവരുടെ വംശാവലി അവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു. യേശുവുമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ശാരീരിക ബന്ധമല്ല, മറിച്ച് ആത്മീയ ബന്ധമാണ്. ഈ ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നതിലൂടെയാണ്. ഇന്നത്തെ ദൈവവചനം നമ്മുടെ മുൻഗണനകൾ വിലയിരുത്താനും നമ്മുടെ ജീവശാസ്ത്രപരമായ കുടുംബങ്ങളുമായുള്ള ബന്ധങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാറ്റിനുമുപരി ദൈവഹിതം സ്ഥാപിക്കുന്നുണ്ടോ എന്ന് പരിഗണിക്കാനും നമ്മെ വെല്ലുവിളിക്കുന്നു. കൂടുതൽ ആഴമേറിയതും അർത്ഥവത്തായതുമായ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകാനാണ് യേശു നമ്മെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പിന്തുടരാനുള്ള നമ്മുടെ വിശ്വാസത്താലും പ്രതിബദ്ധതയാലും ഏകീകൃതമായ ഒരു ആത്മീയ കുടുംബം നമുക്ക് സൃഷ്ടിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ജമ്മു കാശ്മീർ.